ഈ ഒരു പാറ്റേൺ ഇവിടെ രാജ്യത്ത് സംജാതമാവുമ്പോൾ വിഷത്തിൻ്റെ ധ്രുവീകരണത്തിൻ്റെ ഇതുപോലുള്ള മലീമസമായിട്ടുള്ള ഒരു സാഹചര്യം രാജ്യത്ത് സംജാതമാകുമ്പോൾ അടിയന്തരമായ നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതല്ലെങ്കിൽ ഈ ഒരു വിഷലിപ്തമായ പ്രചരണം തങ്ങളുടെ അറിവോടുകൂടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാകും. BJP നേതാക്കളുടെ RSS നേതാക്കളുടെ വിദ്വേഷ പ്രചാരണം അതിരുവിടുകയാണ്. അക്കാര്യം എണ്ണി പറയുകയാണ് ജോൺ ബ്രിട്ടാസ് ചെയ്യുന്നത്. BJP നേതാക്കൾ തീർച്ചയായും ഇതിന് മറുപടി പറയണം. ആരൊക്കെയാണ്, ആർക്കെതിരെയാണ് വിദ്വേഷ പ്രചാരണം നടത്തുന്നത്? അതിൽ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ മുതൽ പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ വരെയുണ്ട്. ആർക്കും മതസാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞുകൂടാ, ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞുകൂടാ. സാഹോദര്യത്തിൻ്റെ സന്ദേശം ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അവർക്കെതിരെയായി വിദ്വേഷ പ്രചാരണം. അതാണ് ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതി. അക്കാര്യമാണ് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിക്കുന്നത്. BJPയെ മുൾമുനയിൽ നിർത്തുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഇതിലൊരു പാറ്റേൺ ഉണ്ട്. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ വിഷയത്തെ മുൻനിർത്തി BJPയും RSSും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നൊരു ധ്രുവീകരണത്തിൻ്റെ ഒരു പ്രത്യേക തലം. ഇപ്പോൾ ആരതി, ഹിമാൻഷി, അതായത് പഹൽഗാമിൽ വിധവളാക്കപ്പെട്ട ആ 2 സ്ത്രീകളുടെ മതമൈത്രിക്ക് വേണ്ടിയുള്ള ആഹ്വാനത്തിനെതിരെ സംഘ് പരിവാർ ആൾക്കാർ അവർക്കെതിരെ നടത്തിയിട്ടുള്ള സൈബർ അറ്റാക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഇതൊക്കെ കേവലപരമായിട്ട് ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കാണാൻ കഴിയില്ല. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ സൈബർ അറ്റാക്കുകളുടെയും വിഷലിപ്തമായ പ്രചരണത്തിൻ്റെയും ഉത്തരവാദികളായ ആൾക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. കഴിഞ്ഞ ദിവസമാണ് BJPയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള നിഷികാന്ത് ദുബെ, ഞാനും അദ്ദേഹം ഒരു കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾ. നിഷികാന്ത് ദുബെ എന്താ പറയുന്നത്? അതായത് സുപ്രീം കോടതി ഇവിടെ ആഭ്യന്തര യുദ്ധം സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു അസംബന്ധമാണ്. യഥാർത്ഥത്തിൽ നിഷികാന്ത് ദുബെക്കെതിരെ നടപടിയെടുക്കേണ്ടതാണ്. ഒരു പ്രതികരണം, ഒരു കേസ് നിഷികാന്ത് ദുബെക്കെതിരെ വന്നു. കഴിഞ്ഞ ദിവസം RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് നന്ദകുമാർ സുപ്രീം കോടതിക്കെതിരെ പ്രസ്താവന ഇറക്കി. അതായത് കാശ്മീർ പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ സുപ്രീം കോടതിയാണെന്ന് പോലും പറഞ്ഞു വെച്ചു. ഈ ഒരു പാറ്റേൺ ഇവിടെ രാജ്യത്ത് സംജാതമാവുമ്പോൾ വിഷത്തിൻ്റെ ധ്രുവീകരണത്തിൻ്റെ ഇതുപോലുള്ള മലീമസമായിട്ടുള്ള ഒരു സാഹചര്യം രാജ്യത്ത് സംജാതമാകുമ്പോൾ അടിയന്തരമായ നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതല്ലെങ്കിൽ ഈ ഒരു വിഷലിപ്തമായ പ്രചരണം തങ്ങളുടെ അറിവോടുകൂടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാകും. ഇപ്പോൾ തന്നെ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിനെ മുൻനിർത്തിയുള്ള വിശദാംശങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. എത്രയോ സംശയങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല യുദ്ധ സമയത്ത് യുദ്ധം കഴിഞ്ഞ ശേഷം ഒരു ഇവാലുവേഷൻ സമിതിയെ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നിയമിച്ചിരുന്നു. ആ ഇവാലുവേഷൻ സമിതിയുടെ റിപ്പോർട്ട്, അതിൻ്റെ അന്തസത്ത പാർലമെന്റിൽ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ അതേക്കുറിച്ചൊന്നുമില്ല. ഒരുപാട് സന്ദേഹങ്ങളും സംശയങ്ങളും ഉയരുന്നുണ്ട്. നമ്മുടെ യുദ്ധസാമഗ്രികൾക്ക്, നമ്മുടെ റഫേൽ വിമാനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതുപോലെ പഹൽഗാമിലെ സുരക്ഷ, ഇന്റലിജൻസ് വീഴ്ചയുടെ ഉത്തരവാദികൾ ആരാണ്? കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്, ഒരു തീവ്രവാദി പോലും ഭീകരൻ പോലും നമ്മുടെ മണ്ണിൽ കാലുകുത്തില്ല, കാലുകുത്തിയാൽ പുരികത്തിൻ്റെ നെറുകയിലേക്ക് വെടിവെക്കാൻ ഞങ്ങൾക്കറിയാമെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. എന്തുകൊണ്ട് ഈ പഹൽഗാമിലെ 26 നിരപരാധികളെ അരുകൊല ചെയ്ത ഒരു തീവ്രവാദിയെ പോലും പിടിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല? ഇതൊക്കെ പാർലമെന്റിൽ മറുപടി പറയേണ്ടതാണ്. അത് മാത്രമല്ല, ഇതാദ്യമായിട്ട് കാശ്മീർ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രംപിന്റെ കോർട്ടിലേക്ക് ഈ വിഷയം തള്ളിയ നരേന്ദ്രമോദി രാജ്യത്തോട് മറുപടി പറയേണ്ട ഒരു ഘട്ടം കൂടിയായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി, അതായത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന കസ്റ്റോഡിയൻ, അതായത് നമ്മുടെ ഭരണഘടന വ്യാഖ്യാനം ചെയ്യാൻ പോലും അധികാരമുള്ള, നിയമങ്ങൾ വ്യാഖ്യാനം ചെയ്യാൻ അധികാരമുള്ള ഒരു സുപ്രീം കോടതി, പരമോന്നത നീതിപീഠത്തിനെതിരെ ഒരു RSS നേതാവ് പരസ്യമായിട്ട് കലാപാഹ്വാനമല്ലേ നടത്തുന്നത്? ഇനി സുപ്രീം കോടതി ആരും അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള വിധിന്യായങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലല്ലേ ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഭരണഘടനാ തത്വങ്ങളും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി അക്ഷീണം യത്നിക്കുമ്പോൾ ആ സുപ്രീം കോടതിയെ പോലും ഇതുപോലെ ക്ലൗഡിൽ പുകമറയ്ക്കുള്ളിൽ നിർത്തുന്ന രീതിയിൽ RSS നേതാക്കൾ പ്രസ്താവന നടത്തുന്നു. നേരത്തെ പറഞ്ഞ പോലെ നിഷികാന്ത് ദുബെയുടെ പ്രസ്താവനയുടെ ഒരു ബാക്കിപത്രമല്ലേ യഥാർത്ഥത്തിൽ നന്ദകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്? അതുപോലെ ഉപരാഷ്ട്രപതിയുടെ പ്രസ്താവന, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള നിർവഹണത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു
അസോൾട്ട്, ഒരു ആഘാതം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഉത്തരവാദികളായ ആൾക്കാർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഇതിനോടൊപ്പമാണ് കേന്ദ്ര സർക്കാർ എന്നുള്ള ഒരു ധാരണ ബലപ്പെടുന്നതാണ്. തിരുവനന്തപുരത്താണ്, ഞാൻ പത്രത്തിൽ വായിച്ചു, അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ഐക്യത്തെ അഖണ്ഡതയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ ഏത് രൂപത്തിൽ നിയമലംഘനം നടന്നാലും അതിനൊരു നടപടി എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.